ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റോഡ് ഗുണനിലവാര സൂചികയിൽ സൗദി അറേബ്യ 4-ാം സ്ഥാനം സ്വന്തമാക്കി. G20 രാജ്യങ്ങളിലെ റോഡ് ഗുണനിലവാര സൂചികയിലാണ് സൗദി മികച്ച സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയിലുടനീളമുള്ള 77% റോഡുകളും സുരക്ഷയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ റോഡുകൾ പാലിക്കുന്നുണ്ടെന്നും സർവേ ചൂണ്ടിക്കാണിച്ചു. ഗുണനിലവാരം, ഗതാഗത സാന്ദ്രത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റോഡ് സെക്ടർ സ്ട്രാറ്റജി ആരംഭിച്ച് 500 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രകടന ഫലങ്ങൾ കാഴ്ചവെച്ചത്. ജനറൽ റോഡ്സ് അതോറിറ്റി അതിൻ്റെ സൂചകങ്ങൾക്കനുസൃതമായി ലോകത്തിലെ ഏറ്റവും വലിയ സർവേയാണ് നടത്തിയതും. രാജ്യത്തെ റോഡുകളുടെ ഗുണനിലവാരവും ഗതാഗത സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സൗദി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. രാജ്യത്ത് നടപ്പിലാക്കിയ നിരവധി പദ്ധതികളും സംരംഭങ്ങളും അതോറിറ്റി പരാമർശിച്ചിട്ടുണ്ട്. രാജ്യത്ത് പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി ട്രാഫിക് സുരക്ഷ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 26-ന് അപകടരഹിത ദിനം എന്ന പേരിൽ ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിനുമായി UAE ആഭ്യന്തര മന്ത്രാലയം, ഫെഡറൽ ട്രാഫിക് കൗൺസിൽ, ജനറൽ കമാൻഡ് ഓഫ് പോലീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ നടത്തുക. പുതിയ അധ്യയന വർഷത്തിൽ ക്ലാസുകൾ ആരംഭിക്കുന്ന ആദ്യ ദിവസം ട്രാഫിക് അപകടങ്ങളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ക്യാമ്പയിനിൽ വ്യാപകമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അപകടരഹിത ദിനം ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർക്ക് 4 ബ്ലാക്ക് ട്രാഫിക് പോയിന്റുകൾ കുറച്ചു നൽകും. ഈ സുപ്രധാന ദിനത്തിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ഡ്രൈവർമാരോടും രക്ഷിതാക്കളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബ്ലാക്ക് പോയിന്റ് കുറയ്ക്കുന്നതിന് യോഗ്യത നേടുന്നതിന് പങ്കെടുക്കുന്നവർ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള സത്യപ്രതിജ്ഞയിൽ ഒപ്പിടണം. കൂടാതെ പങ്കെടുക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഈ ദിവസം ട്രാഫിക് ലംഘനങ്ങളോ അപകടങ്ങളോ സംഭവിക്കാൻ പാടില്ല. ഓഗസ്റ്റ് 26-ന് ശേഷവും ആനുകൂല്യങ്ങൾ തുടരും. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന UAE സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പുകളിലൊന്നാണ് ക്യാമ്പയിനെന്ന് ഫെഡറൽ ട്രാഫിക് കൗൺസിൽ ചെയർമാൻ അറിയിച്ചു. വാഹന സുരക്ഷയെക്കുറിച്ച് വാഹനമോടിക്കുന്നവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് സമീപം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ട്രാഫിക് പാതകൾ പിന്തുടരുക, സുരക്ഷിതമായ അകലം പാലിക്കുക, കാൽനടയാത്രക്കാർക്ക് മുൻഗണന നൽകുക, വേഗപരിധികൾ പാലിക്കുക, എമർജൻസി വാഹനങ്ങൾക്ക് മുൻഗണന, അപകടങ്ങളില്ലാത്ത ഡ്രൈവിംഗ് തുടങ്ങിയവ ക്യാമ്പയിനിലൂടെ ഉറപ്പുവരുത്തും. ഓരോ എമിറേറ്റിലും നിശ്ചയിച്ചിട്ടുള്ള വേഗ പരിധികൾ പാലിക്കുക, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, വാഹനങ്ങൾക്കിടയിൽ നിയമപരമായ സുരക്ഷാ അകലം പാലിക്കുക, സ്കൂൾ സോണുകളിൽ വേഗത കുറയ്ക്കുക, കുട്ടികളുടെ സുരക്ഷാ സീറ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് മറ്റ് ക്യാമ്പയിൻ നിർദ്ദേശങ്ങൾ. സ്കൂളിന്റെ ആദ്യ ദിവസം സാധാരണഗതിയിൽ കനത്ത ഗതാഗതക്കുരുക്കാണ് രാജ്യത്ത് അനുഭവപ്പെടാറുള്ളത്. ഇതുമൂലം കൃത്യസമയത്ത് സ്കൂളിലെത്താൻ കുട്ടികൾക്ക് സാധിക്കാറില്ല. അപകടരഹിത ദിന ക്യാമ്പയിനിലൂടെ ട്രാഫിക് കുരുക്ക് കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുവൈറ്റ് അധികൃതർ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിക്ക് കാരണമാകുന്ന മറ്റൊരു നടപടിയുമായി മുന്നോട്ട്. രാജ്യത്ത് പ്രവാസികൾക്ക് ലഭിച്ചു വരുന്ന പെട്രോൾ, ഡീസൽ വിലയിലെ സബ്സിഡി ഒഴിവാക്കാനാണ് അധികൃതരുടെ ആലോചന. അതേപോലെ കമ്പനികൾക്കും സബ്സിഡി നിരക്കിൽ എണ്ണ വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പൗരന്മാരെ ഈ മാറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനും ആലോചനയുണ്ട്. പ്രവാസികളിൽ നിന്നും കമ്പനികളിൽ നിന്നും പെട്രോൾ വില അന്താരാഷ്ട്ര മാർക്കറ്റ് നിരക്കിൽ ഈടാക്കുന്നതിനെ കുറിച്ച് പഠനം നടന്നുവരികയാണെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സബ്സിഡികൾ പരിഷ്കരിക്കുകയും അവ ഏറ്റവും ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്കത് ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഡീസൽ വിലയും പെട്രോൾ വിലയും ക്രമീകരിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നടത്തിയ പഠനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒമാനിലെ പ്രവാസി സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ എംബസിയിൽ രാവിലെ 7 മണിക്ക് അംബാസിഡർ അമിത് നാരംഗ് പതാക ഉയർത്തും. രാഷ്ട്രപതിയുടെ സന്ദേശം അംബാസിഡർ സദസ്സിൽ വായിക്കും. വലിയ പൊതുജന പങ്കാളിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എംബസിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർ രാവിലെ 6:45-ന് എംബസി പരിസരത്ത് എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി എംബസി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിക്കും. എംബസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഗംഭീരമായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ആഘോഷിക്കും. രാജ്യത്തെ മുഴുവൻ ഇന്ത്യൻ സ്കൂളുകളും രാവിലെയാണ് ആഘോഷ പരിപാടികൾ. പ്രത്യേക അസംബ്ലിയും നടക്കും. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കും. വടക്കൻ പാത്തിന ഗവർണറേറ്റിൽ സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സോഹർ വിലായത്തിലായിരുന്നു സംഭവം. പ്രതിയായ സ്വദേശിയെ പിടികൂടിയതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും ഇന്ത്യൻ ജനതയ്ക്കും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. ഇന്ത്യൻ പ്രസിഡന്റിന് ആയുരാരോഗ്യവും സന്തോഷങ്ങളും നേരുന്നതായും രാജ്യത്തെ ജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സ്വാതന്ത്ര്യ ദിനാശംസാ സന്ദേശത്തിൽ അറിയിച്ചു. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിലെ വിവിധ ടെൻഡറുകൾ ലഭിക്കുന്നതിന് കരാർ കമ്പനികളിലും വിതരണ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം പാലിക്കൽ നിർബന്ധമാക്കി. ടെൻഡറുകൾക്കായി അപേക്ഷിക്കുന്നതിന് സർക്കാർ നിർദ്ദേശിച്ച സ്വദേശിവൽക്കരണ ശതമാനമനുസരിച്ച് ഒമാനി തൊഴിലാളികളെ നിയമിച്ചതായി തെളിയിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. വൈദ്യുതി, ജലം, മെയിൻ്റെനൻസ് മേഖലകളിൽ 100% സ്വദേശിവൽക്കരണ നിരക്ക് ഉറപ്പുവരുത്തുന്ന കമ്പനികൾക്ക് മാത്രമേ വിവിധ നിർമ്മാണ സേവന ടെൻഡറുകൾ ലഭിക്കുകയുള്ളൂ എന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശിവൽക്കരണം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് മന്ത്രാലയം നടപടി. വിവിധ സർക്കാർ വിഭാഗങ്ങളും സ്വദേശിവൽക്കരണ നടപടികൾ ശക്തമാക്കി വരികയാണ്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാനിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിനും വിവിധ തസ്തികകളിൽ തൊഴിൽ പെർമിറ്റ് നിർത്തിവെക്കുന്നതിനുമുള്ള നീക്കം ചെറുകിട ഇടത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ അവസരങ്ങൾ കുറയ്ക്കും. മാസങ്ങൾക്കിടെ നിരവധി സ്വദേശിവൽക്കരണ നീക്കങ്ങളും വിസ വിലക്കുകളുമാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. ഒമാനികൾക്ക് മാത്രമായി നീക്കിവെച്ച ജോലികളിൽ തുടരുന്നവരെ നാടുകടത്താനുള്ള നീക്കം വിദേശികൾക്ക് തൊഴിൽ നഷ്ടവും ഉണ്ടാക്കും. പുതുതായി വിസ വിലക്ക് ഏർപ്പെടുത്തുന്ന തസ്തികകൾ സാധാരണക്കാരായ പ്രവാസികൾ തൊഴിലെടുക്കുന്നതാണ്. നിർമ്മാണ തൊഴിലാളികൾ, ശുചീകരണം, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, ഇഷ്ടിക പണിക്കാർ, സ്റ്റീൽ ഫിക്സർമാർ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾ തയ്യൽ നടത്തുന്നവർ, ജനറൽ ഇലക്ട്രീഷ്യന്മാർ, വെയ്റ്റർമാർ, പെയിന്റർമാർ, പാചകക്കാർ, ഹോം ഇൻസ്റ്റാളേഷൻ ഇലക്ട്രീഷ്യൻ, ബാർബർ എന്നീ മേഖലകളിലാണ് പുതിയ വിസ നിരോധിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ വിദേശികൾക്ക് പുതിയ വിസ അനുവദിക്കില്ലെങ്കിലും നിലവിൽ ഇത്തരം തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി നൽകുമെന്നത് ആശ്വാസകരമാണ്. എന്നാൽ ഈ വിഭാഗങ്ങളിലേക്ക് തൊഴിൽ തേടി വരുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകില്ല. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നതാണ് വിസ വിലക്ക്. വിദേശികളുടെ ഒഴുക്കിലും ഗണ്യമായ കുറവുണ്ടാകും. നിലവിൽ ഈ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരിലും മലയാളികൾ നിരവധിയാണ്. 30ലധികം തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി കഴിഞ്ഞ മാസം തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. അടുത്ത മാസം 1 മുതൽ ഈ ഉത്തരവും പ്രാബല്യത്തിൽ വരും. നിലവിൽ സർക്കാർ, സ്വകാര്യ മേഖലയിൽ 100 കണക്കിന് തസ്തികകളിൽ പ്രവാസികൾക്ക് തൊഴിൽ വിലക്കുണ്ട്.